ഹായ്, ഞാൻ ഡോക്ടർ വിശാൽ. ലേഖ ആയുർവേദ ഹോസ്പിറ്റലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ സ്പൈൻ ക്ലിനിക്കിൽ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് പേഷ്യൻസിന്റെ ഒരു ഡൗട്ടാണ് നമ്മുടെ സയാറ്റിക് പെയിൻ. അത് നമുക്ക് വീട്ടിൽ വെച്ച് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നുള്ളത്. കാരണം ഇപ്പോൾ MRI ഒക്കെ എടുക്കുന്നത് മടിയാണ്, ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ചിലവാണ്. തൽക്കാലം നമുക്ക് വീട്ടിൽ വെച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ ഡോക്ടറെ എന്ന് ചോദിക്കാറുണ്ട്. ഏറ്റവും നല്ലത് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വീട്ടിൽ വെച്ച് ഇത് അറിയാനായിട്ട് ഉള്ള കുറച്ച് മാർഗങ്ങളുണ്ട്. അതിനു മുന്നേ ഈ സയാറ്റിക് പെയിൻ അറിയാത്തവർക്കായിട്ട് ഞാനത് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. സയാറ്റിക് പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബാക്കിൽ തുടങ്ങി താഴേക്ക് വരുന്നൊരു പെയിനാണ്. അതിന് കാരണം സയാറ്റിക് നെർവിൽ ഉണ്ടാകുന്ന ഒരു കംപ്രഷനാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി പോലെ തന്നെയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കംപ്രഷനോ ലീക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് പോകുന്ന ലൈനിലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ സയാറ്റിക് നെർവിലും എന്തെങ്കിലും ഒരു ഡിസ്കിൻ്റെ ബൾജോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കംപ്രഷനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ പെയിൻ താഴോട്ട് റേഡിയേറ്റ് ചെയ്ത് വരും. നടുവിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി താഴോട്ട് കാലിലോട്ട് അത് റേഡിയേറ്റ് ചെയ്ത് വരും. ബേസിക്കലി അത്രയാണ് സയാറ്റിക് പെയിനിൽ വരുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരു 1-2 സിമ്പിൾ ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നമ്മൾ SLR എന്ന് പറയും, സ്ട്രെയിറ്റ് ലെഗ് റൈസ് ടെസ്റ്റ് എന്ന് പറയും. ഒന്നുമില്ല, നമ്മൾ ഒരു ബെഡിൽ നേരെ മലർന്ന് കിടക്കുക, 2 കാലും സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക, നമ്മുടെ ബോഡിയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ആദ്യം വലത്തെ കാല് മേളിലേക്ക് ഒന്ന് ഉയർത്തുക, മുട്ട് മടക്കാതെ മാക്സിമം മേളിലേക്ക് പോകട്ടെ, ഹോൾഡ് ചെയ്യുക, പതുക്കെ തിരിച്ചു കൊണ്ടുവരിക. ലെഫ്റ്റ് സൈഡ് അതുപോലെ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മിന്നലടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ ഈ ലോവർ ബാക്കിൽ നിന്ന് തുടങ്ങി കാലിലോട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു കൺസൾട്ട് എ ഡോക്ടർ. ഓക്കെ, അതർവൈസ് നോ പ്രോബ്ലം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടെസ്റ്റാണ് സ്ലം ടെസ്റ്റ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ടേബിളിൻ്റെ ഒരു എഡ്ജിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു മേശയുടെയൊക്കെ ഒരു എഡ്ജിൽ നമ്മളൊന്ന് ഇരിക്കുക. കാല് തൂക്കിയിട്ടിരിക്കണം, കാല് തറയിൽ തൊടാൻ പാടില്ല. അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ 2 കൈയും ഒന്ന് കോർത്ത് പിടിച്ചിട്ട് പുറകു വശത്ത്, നമ്മുടെ ബോഡിയുടെ പുറകു വശത്ത് താഴ്ഭാഗത്തായിട്ട് അങ്ങ് കോർത്ത് പിടിച്ച് വയ്ക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ചിൻ കൊണ്ടുവന്ന് നമ്മുടെ ചെസ്റ്റിലോട്ട് ഒന്ന് മുട്ടിക്കുക. നമ്മുടെ 2 കാല് നമ്മൾ തൂക്കിയിട്ടിരിക്കുകയാണ്. അതിൽ വലത്തെ കാല് ഒന്ന് ഫ്രണ്ടിലോട്ട് ഉയർത്തിയെടുക്കുക, മുട്ട് ഉയർത്തിയെടുക്കുക. ആ സമയത്ത് എന്തെങ്കിലും പെയിൻ ഉണ്ടോ എന്ന് നോക്കുക. അതേസമയം തന്നെ നമ്മുടെ കാൽപാദം കൂടെ കുറച്ച് ഫ്രണ്ടിലോട്ട് നമ്മുടെ നേർക്ക് ബെൻഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ സമയത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ നടുവിൻ്റെ ഭാഗത്തുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് 2 കാലിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഈ 2 ടെസ്റ്റ് നമുക്ക് സയാറ്റിക് പെയിനിന് വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇതാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ. ഓക്കെ.